സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷ ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ 14-ാമത്തെ ദശകമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ആ ആദ്യത്തെ ശ്ലോകമാണ് പറഞ്ഞത്. സമനുസ്മൃത താവതാംഗ്രിയുഗ്മ സമനു പങ്കജസംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. വരാഹാവതാരത്തിന് ശേഷം ഭൂമിയെ ശാശ്വത പ്രതിഷ്ഠ ചെയ്ത് സൃഷ്ടികർമ്മത്തിന് സൗകര്യപ്പെടുത്തിയപ്പോൾ ആ മനു ആകട്ടെ പങ്കജസംഭവാംഗ്രിയുഗ്മനാണ്, ബ്രഹ്മാവിൻ്റെ പുത്രൻ. പങ്കജസംഭവ അംഗജന്മാവ് എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നർത്ഥം. അംഗ്രിയുഗ്മ ഭഗവാന്റെ പാദപത്മങ്ങളെ ചിന്തിച്ചും ഈശ്വര കഥകൾ ധാരാളം പറഞ്ഞിട്ടും സമയം പോയത് അറിയാവുന്നേയില്ല. 71 ചതുരുകം വളരെ വിഷമമില്ലാതെ ചെറിയ സമയം പോലെ ചെലവാക്കി. താവതാംഗ്രിയുഗ്മ, അങ്ങയുടെ പാദപത്മചിന്ത കൊണ്ടും പങ്കജസംഭവാംഗജന്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രൻ. ആ സമയത്ത് അടുത്തത് പറയുകയാണ്. സമയേ ഖലു തത്ര കർത്തമാഖ്യോ ദ്രുഹിണച്ഛായ ഭവ തദീയവാച തൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ ത്വാമഹിതം സമാനിഷേവേ. ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരാളാണ് കർദമൻ. ഈ സൃഷ്ടി എന്ന് പറയുന്നത് പല തരത്തിലുണ്ടെന്നാണ്. ഒന്ന് മാനസ സൃഷ്ടി. ബ്രഹ്മാവ് മനസ്സുകൊണ്ടാണ് സങ്കല്പിച്ചാണ് സൃഷ്ടിക്കുക. സനകാദികളൊക്കെ ഇപ്പോൾ അതിൽ പെടുന്നതാണ്. മാനസ സൃഷ്ടി എന്നാണ്. തീയൊന്നും അങ്ങനെയുള്ളതൊന്നും വേണ്ട. ഇതിൽ കൂടെ ബന്ധരിച്ചിട്ടുള്ള സൃഷ്ടിയല്ല സനകാദികൾ. മാനസ സൃഷ്ടിയാണ്. മാനസ പുത്രി അങ്ങനെയുണ്ട്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ടാണ് സൃഷ്ടിക്കുക. ഛായ, സൂര്യൻ്റെ പത്നി ഛായ എന്നാണ്. ഛായാദേവി അവിടെ വെച്ചു. ആ ഛായയിൽ കൂടിയിട്ടാണ് സൂര്യൻ സൃഷ്ടി നടത്തിയിരുന്നത്. കാരണം യഥാർത്ഥ സൂര്യൻ്റെ ചൂട് ദഹിക്കാൻ ഛായയ്ക്ക് വയ്യ. ശരിക്കുള്ള ആ സംജ്ഞ എന്ന് പറയുന്ന ദേവിക്ക് പയ്യ എന്ന് പറഞ്ഞു. കോട്ടയം അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, ഒരു ഫോട്ടോഗ്രാഫി പോലെ അവിടെ വെച്ചിട്ട് അതിൽ സൂര്യൻ സൃഷ്ടി നടത്തിയ യഥാർത്ഥ സംജ്ഞാദേവിക്കോ അല്ല സ്വർച്ചലയ്ക്കോ ചൂട് തട്ടില്ലല്ലോ. അതവിടെ ഛായ, ദ്രുഹിണ ഛായ ഭവ, ഛായ ഛായ തന്നെ നിഴൽ പോലെ. ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച. ദ്രുഹിണൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് ഉണ്ടായതായ കർദമ പ്രജാപതി. കർദമൻ എന്ന് പേരുള്ള പ്രജാപതി. പ്രജാപതി സ്ഥാനമാണ്, കർദമൻ പേരാണ്. അനവധി പ്രജാപതി, ദക്ഷം പ്രജാപതിയാണ്. പലരും പ്രജാപതിയാവും. പ്രജാപതി എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരാണ്. ഇവിടെ കർദമൻ എന്ന പേരായിട്ടുള്ള പ്രജാപതി ഉണ്ടായി. ഇപ്പം ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞ അനുസരിക്കണം എന്നാണല്ലോ. അച്ഛൻ പറഞ്ഞ മക്കൾ അനുസരിക്കുക. തദീയ വാച ധൃതസർഗരസ. ബ്രഹ്മാവിൻ്റെ വാക്കിനാൽ, തദീയ അവൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ ഉള്ളതാണ്. ബ്രഹ്മാവാണ് ഇവിടെ. ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് കർദമൻ എന്തിനു തീരുമാനിച്ചു, അല്ലെങ്കിൽ എന്തിനു ഉറച്ചു? സർഗരസ, സൃഷ്ടിക്കായിക്കൊണ്ട് പുറപ്പെട്ടു. സൃഷ്ടിയിൽ തൽപരനായി സ്ഥിതി ചെയ്തു എന്ന് പറയാം. പക്ഷെ ബ്രഹ്മാവ് ഛായയിൽ നിന്ന് സൃഷ്ടിച്ച പോലെ കർദമന് ഛായയിൽ സൃഷ്ടിക്കുകയല്ലോ. അപ്പം എന്ത് വേണം? പത്നി വേണം. ബ്രഹ്മാവിനെയാണ് അങ്ങനെയൊക്കെ നടക്കണം. നമുക്ക് ഒരു പുത്രി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു അല്ലേ. ഭാര്യ വേണ്ട, അതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടോ അതിനെ പോറ്റാനുള്ള ബുദ്ധിമുട്ടോ സാങ്കേതിക പ്രശ്നങ്ങളോ പ്രസവമോ ഒന്നും വേണ്ട. ഒരു കുട്ടിയെ ഉണ്ടാവണം എന്നാണ് വിചാരിച്ചാൽ അത് ബ്രഹ്മാവിനെ പറ്റുള്ളൂ എന്നാണ്.
കർദമനെ കൊണ്ട് അതിന് സഹായിക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു? വിവാഹം കഴിക്കണം. തദീയ വാച ധൃത സർഗരസ, സർഗത്തിൽ താല്പര്യമുണ്ടായി. അപ്പോഴോ ഹേ ഭഗവൻ നിസർഗരമ്യൻ ത്വാമൈതം സമാനിഷേവേ, അതിനെന്ത് ചെയ്തു? 1000 കൊല്ലം കണക്കിന് നെള്ളു 10,000 1000 എന്നൊക്കെ ഓരോ സംഖ്യയാണത്, വളരെ കാലം എന്നുള്ളതിന് കാണിക്കുമ്പോൾ അവനോട് ഞാൻ 10,000 പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞു. 10,000 പ്രാവശ്യം പറഞ്ഞിട്ടാണോ എണ്ണീട്ടാ പറയുക? കുറേ എന്നുള്ളർത്ഥം. ഈ 10,000 സഹസ്രം എന്നുള്ളതിനൊന്നും സംഖ്യയ്ക്കല്ല, കുറേ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ 10,000 ഉള്ളൂ. ഐതം സമാനിഷേവേ, അനവധി കാലം ഭഗവാനെ തപസ് ചെയ്തു. ഈ പ്രപഞ്ചത്തിലുണ്ടാവുന്ന നേട്ടങ്ങളൊക്കെ തപശക്തി കൊണ്ടും ഈശ്വരോപാസന കൊണ്ടും ഉണ്ടാവുന്നതാണ്. കോട്ടങ്ങളാവട്ടെ ഇന്ദ്രിയ സുഖങ്ങളുടെ ഭ്രമിച്ച തപസ്സിൽ നിന്ന് അകന്നതുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ആ കഴിഞ്ഞ ജന്മത്തിൽ രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഏകദേശമൊക്കെ, അതുകൊണ്ടാണ് ഇത് രണ്ടും നമുക്ക് അനുഭവിക്കേണ്ടി വരും. സുഖമുണ്ട് ദുഃഖമുണ്ട്. പുത്രൻ ഉണ്ടാവണത് സുഹൃതം കൊണ്ടാണ്, പക്ഷേ പുത്രൻ നന്നാവണമെങ്കിലും വേണം സുഹൃതം. പുത്രൻ ഇല്ലാതെ ആവണമെങ്കിലോ ദുഷ്കൃതം ചെയ്തിട്ടുണ്ടാവും, അത് അനുഭവിക്കുക തന്നെ വേണം. ശരിക്കും വരികയാണെന്ന് വെച്ചാൽ പുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമ്പത്താണ്. നമ്മളെ ഭാരതീയ കൺസെപ്റ്റിൽ ഒരു ഭാരമോ ഒന്നുമല്ല. അപ്പോൾ ആ സമ്പത്ത് നമുക്ക് ഉണ്ടാവണത് വെറുതെ ഇല്ല. അപ്പോൾ ഒരിക്കലും അതിനെ പഴിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ നമ്മുടെ കടമ ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഭഗവാൻ കനിഞ്ഞ് തന്ന അനുഗ്രഹമാണ് പുത്രൻ. എത്രയോ വർഷത്തെ നമ്മൾ തന്നെ ഈ ജന്മം അറിയാത്ത ദിവസം മുമ്പത്തെ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഒരാളുടെ പുണ്യമാണ് പുത്രനായിട്ട് വരുന്നത് എന്ന് പറയുന്നത്. പുത്രനോ പുത്രിയോ, പുത്രിക്ക് അവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതിന് പുത്ര സമ്പത്ത് പുത്രലാഭം ഉണ്ടാവാൻ ഈ കർദമൻ എന്ത് ചെയ്തു? ഐതം സമാനിഷേവ, വളരെ തപസ് ചെയ്തിരിക്കണു. അല്ലാണ്ട് ഇന്ന് ഈ പുത്രലാഭം ഉണ്ടാവില്ല. സ്ത്രീയും പുരുഷനും മാത്രം വിചാരിച്ചാൽ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണയാണ്. എത്ര ആളുകൾക്ക് പുത്രന്മാരില്ല? അനവധി ആൾക്കാർ ദമ്പതിമാരുണ്ട്. എന്തുകൊണ്ടുണ്ടാവണില്ല? ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിനും ഈശ്വര സങ്കല്പം വേണം. അപ്പം അത് കർദമന് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ഭഗവൻ ത്വാം, ഹേ ഭഗവൻ അങ്ങയെ ഐതം സമാനിഷേ, വളരെ കാലം എന്നർത്ഥം. ഐതം എന്ന് പറഞ്ഞാൽ 10,000 വാക്കിൻ്റെ അർത്ഥം വരിക. സമാ നിഷേവേ, അനവധി കാലം അങ്ങയെ തപസ് ചെയ്തു, ഭജിച്ചു. പുത്രലാഭത്തിനായിക്കൊണ്ട് അവനതിന് ആദ്യം ഉണ്ടാവേണ്ടത് പത്നിയാണ്. ഒക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് വന്നു ചേരണത് അല്ലേ? നമ്മൾ വിചാരിച്ചിട്ട് എത്രയോ നടക്കാത്ത കല്യാണങ്ങളുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് നടക്കണം കാണാം. അപ്പം അതൊക്കെ ഈശ്വര പ്രേരണയാണ് ഇതിൻ്റെ പിന്നിൽ. നമ്മളല്ല നിശ്ചയിക്കുന്നത്, നമ്മളല്ല അന്വേഷിക്കുന്നത്. അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ലാസ്റ്റ് നിമിഷത്തിൽ നടക്കാതിരിക്കും അത് അല്ലേ? അപ്പോൾ ഒക്കേറ്റിനും വേണം ദൈവാധീനം എന്നുള്ള നിലയ്ക്കാണ് അനവധി കാലം ഭഗവത് സേവ ചെയ്തു. പുത്രൻ ഉണ്ടാവണം, അതിന് പത്നി വേണം, സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരയണമേ. സമയേ ഖലു തത്ര കർദമാക്യോ, ആ സമയത്ത് കർദമൻ ആക്യം എന്ന് പറയുന്ന പ്രജാപതി ആരാണ്? ഗൃഹിണച്ഛായ ഭവത്തദീയ വാച, ഗൃഹിണൻ്റെ ഛായയിൽ നിന്നുണ്ടായവൻ ആയ കർദമ പ്രജാപതി ആ ബ്രഹ്മാവ് തന്നെ പറഞ്ഞതനുസരിച്ച് സൃഷ്ടിക്കായിക്കൊണ്ട് ആഗ്രഹിച്ചു. ധൃത സർഗരസോ, സർഗത്തിൽ തൽപരനായി. സർഗം സൃഷ്ടി, പ്രജാസൃഷ്ടിയിൽ തൽപരനായി. നിസർഗരമ്യ, എന്നിട്ട് എന്ത് ചെയ്തു? ആ നിന്തിരുവടിയെ ഭഗവൻ, ഹേ ഭഗവൻ ത്വാം അങ്ങയെ, ഐതം വളരെ കാലം, സമാനിഷേവേ അങ്ങയെ സേവിച്ചു എന്ന് പറയാണ്. ഭഗവാനെ തപസ് ചെയ്തു, തപസ് ചെയ്തിട്ട് തന്നെ സേവിച്ചു. അപ്പം എന്തുണ്ടായി? ഭഗവാൻ പ്രത്യക്ഷമാവണല്ലോ. ആത്മാർത്ഥമായിട്ടും കഠിനമായിട്ടും ധ്രുവൻ്റെ മുമ്പിൽ, ഗജേന്ദ്രൻ്റെ മുമ്പിൽ എത്ര ആൾക്കാർക്കാണ് ഭഗവാൻ പ്രത്യക്ഷമായിട്ട് വരം കൊടുത്തത്. ഇവിടെ പറയണം, ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണിപത്മം അതിതൊല്ലസിദാനനം വിഭോത്വം
വപുരാവിഷ്കുരുഷേ സ്മകർത്തമായ. ദൈവ സർവീശ്വര ആത്മാർത്ഥമായിട്ട് ഭജിച്ചാൽ ഏതൊരാളുടെ മുമ്പിലാണെങ്കിൽ പ്രത്യക്ഷപ്പെടാത്തത്? അവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കുക. അതാണല്ലോ ഭഗവാന്റെ പ്രധാനപ്പെട്ട ധർമ്മം. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ഉപാസിക്കുക. ആ രൂപത്തിലാണ് ഭഗവാൻ നമുക്ക് അനുഭവവും ദർശനവും തരിക. ചതുർബാഹുവായിട്ടാണ് വെച്ചാൽ അങ്ങനെ, ദ്വിബാഹുവായിട്ടാണ് വെച്ചാൽ അങ്ങനെ, വിശ്വരൂപെടുത്തിട്ടാണ് വെച്ചാൽ അങ്ങനെ, ഉണ്ണികൃഷ്ണനാണ് വെച്ചാൽ അങ്ങനെ, ഭക്തൻ്റെ മനസ്സിലുള്ള ഭാവത്തിനനുസരിച്ച്. ഇവിടെ കർദമൻ 8 കൈയിലുള്ള വിഷ്ണുവിനെ എത്രയെ ധ്യാനിച്ചു. വിഷ്ണുവിന് 4 കൈ, 8 കൈ, 16 കൈ, ചിലപ്പോൾ 1000 കൈ ഉണ്ടാവും അല്ലേ? വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തപ്പോൾ സഹസ്രബാഹുഭവ വിശ്വമൂർത്തയെ, സഹസ്രബാഹുവായിരിക്കുന്ന അങ്ങ് 2 കൈയുള്ള സ്വരൂപത്തെ എടുക്കണേ. സഹസ്രബാഹു എന്നാണ് വിളിച്ചത്. 1000 കൈകളും കൊണ്ട് ഇവിടെ ഏതായാലും 8 കൈ ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ ധ്യാനിച്ചു. അങ്ങനെ ഗരുഡൻ്റെ പുറത്ത് കയറി 8 കൈകളിലാവുമ്പോൾ എന്തൊക്കെയാണ് കയ്യിലുണ്ടാവുക? ശംഖ്, ചക്രം, ഗദ. പിന്നെ കയറാണത്രേ 4ാമത്തെ കയ്യിലുണ്ടാവും. താമരയില്ല. 8 കൈ ഉണ്ടെങ്കിൽ താമര ഉണ്ടാവില്ല എന്നാണ്. ശംഖ്, ചക്രം, ഗദ, പിന്നെ പാശം. താമരയുടെ സ്ഥാനത്ത് കയറ. അങ്ങനെയാണ്. ബാക്കി 4 കൈ ഉണ്ടല്ലോ, അതിലോ 2 കൈയിൽ അമ്പ്, വില്ല്. ഒരു കയ്യിൽ അമ്പ്, ഒരു കയ്യിൽ വില്ല്. പിന്നെ ഒരു കയ്യിൽ വാള്, ഒരു കയ്യിൽ പരിച. ഒരു കയ്യിൽ വാള്, ഒരു കയ്യിൽ പരിച, ഒരു കയ്യിൽ അമ്പ്, ഒരു കയ്യിൽ വില്ല്. ഇപ്പം 4 കൈയായി. ബാക്കി 4 കയ്യിൽ ശംഖ, ചക്രം, ഗദ പ്ലസ് കയർ. പാശാന്തദാനോഷ്ട ഗുണോഷ്ടബാഹു. ഇങ്ങനെയാവണം ധ്യാനിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാവണം ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വാഹനത്തോട് കൂട്ടിയാണ് ഗരുഡോപരി. അല്ല, ഗാംഭീര്യമാണ് ഗരുഡൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ കേൾക്കുന്ന പോലെ ഒരു പക്ഷി മാത്രമല്ല ഗരുഡന്. ജ്ഞാനത്തിൻ്റെ ശക്തി. ആ ശബ്ദം, ചിറകടി ശബ്ദം തന്നെ ജ്ഞാനരൂപമാണ്. വേദധ്വനി അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുക. ഗരുഡൻ്റെ ചിറകടി ഗംഭീരമാണ്. ഇടയ്ക്ക, ഉടുക്ക്, ഇതിനൊക്കെയുണ്ട് വേദധ്വനിയുടെ ശബ്ദം. ഈ വാദ്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഇറങ്ങേറാൻ കേവലം എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല എന്നാണ്. പാണിക്കൊക്കെ മന്ത്രശക്തിയാണ്. ആണ് പാണി തെറ്റിയ കോണി എന്ന് പറയും. മരണം അവിടെ ഉണ്ടാവുന്നതാണ്. എന്തായാലും ഇവിടെ ഗരുഡൻ്റെ ശബ്ദം, ചിറകടി ശബ്ദം അതിന് സമാനമായ ഒരു ശബ്ദമാണ്. എന്തായാലും അതിൻ്റെ പുറത്ത് ഗരുഡോപരി കാളമേഘ കമ്പം, നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി വിലസത് കേളി സരോജപാണി പത്മം. താമരയ്ക്ക് ഒരു വരി മുഴുവൻ ചിലവാക്കി. വിലസത് കേളി സരോജപാണി പത്മം. നല്ല താമരപ്പൂവ് അത് കയ്യിൽ, താമരയാകുന്ന കയ്യിൽ പിടിച്ചിരിക്കുക. ഭഗവാന്റെ കൈ തന്നെ ഒരു താമരയാണ്. അത്ര മനോഹരമാണ്, മൃദുവാണ്. അതിൽ വേറൊരു താമര ഉണ്ടായാലും എങ്ങനെയുണ്ടാവും? മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കൈത്താമരയിൽ മറ്റൊരു താമര കയ്യിൽ പിടിച്ചുകൊണ്ട് ഹസിതോല്ലസിതാനനം, പുഞ്ചിരിച്ച മുഖം, ശാന്താകാരം അല്ലേ, പ്രസന്നവദനം, നല്ല പുഞ്ചിരിയോടുകൂടി യാതൊരു മൗഢ്യവും ഇല്ലാത്ത മുഖത്തോട് കൂടിയിട്ടോ വപുരാവിഷ്കുരുഷേസ്മ കർദ്ദമായ കർദ്ദമനായിക്കൊണ്ട് ആ രൂപം കാണിച്ചു കൊടുത്തു. മനോഹരവും കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നതും ആയ. പിന്നെ ശംഖ, ചക്രം, ഗദ അവിടെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ശംഖ, ചക്രം, ഗദ, കയർ, അമ്പ്, വില്ല്, വാള്, പരിച എന്നീ വേഷത്തോടു കൂടി, രൂപത്തോടു കൂടി അഷ്ടബാഹുവായിട്ട് ഭഗവാൻ കർദ്ദമന് ദർശനത്തെ നൽകി. ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണി പത്മം ഹസിതൊല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മകർദ്ദമായ. അവർ തമ്മിലുള്ള സംഭാഷണം ഭഗവാൻ അനുഗ്രഹിക്കുന്നതൊക്കെയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയരെ, ഇന്ന് മുതൽ നവാഹയജ്ഞം തുടങ്ങുകയാണ് പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രം. അതുകൊണ്ട് ഇനി 9 ദിവസം നമ്മൾ കാണില്ല. അടുത്തുള്ളവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ദിവസം പട്ടാമ്പി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാം. എന്തായാലും നവരാത്രിയാണ്. എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേർന്നുകൊള്ളുന്നു. 29-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതി വീണ്ടും നമുക്ക് നാരായണീയവുമായിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം.